നമസ്കാരം. വാസ്തുപ്രകാരം ഓരോ വസ്തുവിനും ജീവജാലങ്ങൾക്കും വിഭിന്നമായ രീതിയിലുള്ള ഊർജമുണ്ട് എന്നതാണ് വാസ്തവം. വാസ്തുവിൽ പ്രത്യേകിച്ചും പഞ്ചഭൂതങ്ങളുമായി ബന്ധപ്പെട്ട് പറയുന്ന ഊർജ പ്രവാഹത്തെക്കുറിച്ച് പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് വാസ്തുവിൽ ഓരോ ദിശയ്ക്കും വളരെയധികം പ്രാധാന്യം നാം നൽകിയിരിക്കുന്നത്. പഞ്ചഭൂതങ്ങളുടെ ശക്തി എപ്പോഴും സന്തുലിതമായി നിൽക്കേണ്ടത് അനിവാര്യമാണ്. ഇത് അനിവാര്യമായ ഒരു കാര്യമാകുന്നു. ഇതിനാലാണ് വാസ്തുപ്രകാരം വീട് പണിത ശേഷം അനാവശ്യമായ പ്രശ്നങ്ങൾ വന്നു ചേരുന്നത്. അതിനാൽ വീടുകളിൽ നാം എന്ത് കാര്യം ചെയ്യുമ്പോഴും അല്പം ശ്രദ്ധിക്കണം എന്നതാണ് വാസ്തവം. വീട്ടാവശ്യത്തിനായി പലരും പല രീതിയിലുള്ള സസ്യങ്ങൾ നട്ട് വളർത്തുന്നതാകുന്നു. അതിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതായ ഒരു സസ്യം തന്നെയാണ് പച്ചമുളക് എന്ന് പറയുന്നത്. പലപ്പോഴും അടുക്കളയിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒന്ന് തന്നെയാണ് പച്ചമുളക്. അതിനാൽ തന്നെ പച്ചമുളകുമായി ബന്ധപ്പെട്ട് നാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. വീടുകളിൽ നട്ടു വളർത്തുമ്പോൾ ഈ തെറ്റുകൾ പച്ചമുളകിനോട് ചെയ്യുന്നത് ദോഷകരമാണ്. അതേപോലെ തന്നെ ദിശയ്ക്കും വളരെ വലിയ പ്രാധാന്യം നൽകണം. ഇതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ പരാമർശിക്കാനായി പോകുന്നത്. വളരെയധികം ഔഷധ മൂല്യമുള്ള സസ്യമാണ് പച്ചമുളക് എന്ന കാര്യം ഏവർക്കും അറിയാം. പല രൂപത്തിലും പല നിറത്തിലുമുള്ളവ നാം വീടുകളിൽ വളർത്തുന്നതാകുന്നു അഥവാ പരിപാലിക്കുന്നതാണ്. പാചകത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് എന്ന് പറയാം. ഇതിനാൽ തന്നെ പാചകവുമായി ബന്ധപ്പെട്ട് നാം പലപ്പോഴും നട്ടു വളർത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു സസ്യം കൂടിയാണ് ഇത്. ഏവരും ഇത്തരത്തിൽ നട്ടു വളർത്തുവാൻ ശ്രമിക്കുന്നവരുമാകുന്നു. എന്നാൽ നാം ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, ദൃഷ്ടിദോഷം അല്ലെങ്കിൽ കണ്ണീർ ദോഷവുമായി ബന്ധപ്പെട്ടും ഉണക്കമുളക് ഒഴിയാൻ ഉപയോഗിക്കുന്നു എന്നത് വാസ്തവമായ കാര്യമാകുന്നു. ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഒറ്റ സംഖ്യയിൽ ഇവ ഉപയോഗിക്കേണ്ടതാകുന്നു. രജോ ഗുണങ്ങൾ ഒരു വ്യക്തിയിൽ താഴ്ത്താൻ അത് സഹായിക്കും എന്നാണ് പറയുക. നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായ ഊർജത്തെ വീടുകളിലേക്കും നിങ്ങളിലേക്കും കൊണ്ടുവരുവാൻ പ്രത്യേകിച്ചും പച്ചമുളകിന് വലിയ രീതിയിലുള്ള കഴിവ് തന്നെയുണ്ട് എന്നതാണ് വാസ്തവം. അത്തരത്തിലുള്ള ഗുണകരമായ മാറ്റങ്ങൾ വീടുകളിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. ദൃഷ്ടിദോഷം ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ അത്തരം ദൃഷ്ടിദോഷങ്ങൾ ഒഴിവാക്കുവാൻ സഹായകരമാണ് ഇപ്രകാരം ചെയ്യുന്നത്. നെഗറ്റീവ് ഊർജങ്ങളെ ഒഴിവാക്കുവാനും പോസിറ്റീവ് ഊർജങ്ങളെ വർദ്ധിപ്പിക്കുവാനും പ്രത്യേകമായ കഴിവ് പച്ചമുളകിനുണ്ട്. അതിനാൽ വീടുകളിൽ ഇപ്രകാരം നട്ടു വളർത്തുന്നതിലൂടെ ശുഭകരമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. ഈശ്വരാധീനം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുവാൻ ഏറ്റവും ശുഭകരമാണ് പച്ചമുളക് എന്ന കാര്യവും ഓർക്കുക. അതായത് വീടുകളിൽ വളർത്തുമ്പോൾ അത് ശരിയായ രീതിയിൽ പരിപാലിക്കുകകൂടി ചെയ്യുകയാണ് എങ്കിൽ അത് തീർച്ചയായും ഈശ്വരാധീനം വർദ്ധിപ്പിക്കുവാൻ സഹായകരമാണ് എന്നാണ് പരാമർശിക്കുന്നത്. അതിനാൽ തീർച്ചയായും ആ കാര്യവും നിങ്ങൾ ഏവരും ശ്രദ്ധയോടെ തന്നെ നോക്കുക. പലപ്പോഴും ഒരു വ്യക്തി നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് ശത്രുദോഷങ്ങൾ അല്ലെങ്കിൽ ചതി തുടങ്ങിയ കാര്യങ്ങൾ. ഇത് പലപ്പോഴായി ജീവിതത്തിൽ സംഭവിക്കുന്നതായ കാര്യങ്ങൾ തന്നെയാകുന്നു. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, ശത്രുദോഷം വീടുകളിൽ മുളകിനെ ശരിയായ രീതിയിൽ പരിപാലിക്കുന്നതിലൂടെ ഒഴിവാക്കുവാൻ സാധിക്കും എന്നതാണ് വാസ്തവം. കൂടാതെ ഉയർച്ച അർഹിക്കുന്നതായ ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. സമാധാനം കൊണ്ടുവരുവാൻ സാധിക്കും. എന്നാൽ പച്ചമുളക് ശരിയായ ദിശയിൽ നട്ടു വളർത്തുകയും പരിപാലിക്കുകയും ചെയ്താൽ മാത്രമേ ഈ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരൂ എന്നതാണ് വാസ്തവം. ഇനി ദിശയെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. ദിശയ്ക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട്. തെക്ക് കിഴക്ക് ദിശ, അതായത് അഗ്നികോൺ, ഇവിടെ നടുന്നതാണ് ഏറ്റവും ശുഭകരം എന്ന് പറയുന്നത്. ഇവിടെ നടുകയാണ് എങ്കിൽ അത് ശുഭകരമായ, മുൻപ് പരാമർശിച്ച ശുഭകരമായ ഫലങ്ങൾ നൽകും എന്ന കാര്യം ഓർക്കുക. ഇവിടെ പരിപാലിക്കുന്നതും ഉത്തമമാകുന്നു. അതായത് നടുക മാത്രമല്ല, നാം നിത്യവും പരിപാലിക്കുകകൂടി ചെയ്താൽ മാത്രമേ ശരിയായ ഫലം ജീവിതത്തിലേക്ക് കടന്നു വരൂ എന്ന കാര്യവും ഓർക്കുക. സർവ്വ ഐശ്വര്യപ്രദം തന്നെയാണ് ഇപ്രകാരം ചെയ്യുന്നത്. ഇതിലൂടെ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉയർച്ച മാത്രമേ വന്നു ചേരൂ എന്ന കാര്യവും ഓർക്കുക.
മറ്റൊരു ദിശയായി പരാമർശിക്കുന്നത് വടക്ക് ദിശയാകുന്നു. വടക്ക് ദിശയെ സംബന്ധിച്ചിടത്തോളം അനുകൂലമാണ് ഈ ദിശ. ഈ ദിശയിൽ പച്ചമുളക് വളർത്തുകയാണ് എങ്കിൽ അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. വളർത്താം എന്ന് തന്നെ പറയാം, വളർത്തുന്നതിൽ തെറ്റില്ല. എന്നാൽ ശുഭകരമായ ദിശ എന്ന് പറയുന്നത് തെക്ക് കിഴക്ക് ദിശയാണ് ഏറ്റവും ശുഭകരം. ഇനി ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ അത് നിങ്ങൾക്ക് വലിയ ദോഷം നൽകും. ഈ ദിശകളിൽ ഒറ്റ സംഖ്യയിലാണ് മുളക് വളർത്തേണ്ടത് എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക. മുളകിൻ്റെ തൈകൾ ഒറ്റ സംഖ്യയിലാകണം നടേണ്ടത്. ഇരട്ട സംഖ്യയിൽ നടുന്നത് അതീവ ദോഷകരമാകുന്നു. ഒരേ തരത്തിലുള്ള മുളക് ഒറ്റ സംഖ്യയിൽ നടുക. വിഭിന്ന തരത്തിലുള്ളവ ഇരട്ട സംഖ്യയിലാകാം, അത് തെറ്റില്ല. എന്നാൽ ഒരേ തരത്തിലുള്ളവ ഇരട്ട സംഖ്യയിൽ നിങ്ങൾ നടുകയാണ് എങ്കിൽ അത് അതീവ ദോഷകരമായ ഫലം നൽകും. കൂടാതെ മുളക് മറഞ്ഞു വീഴാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഇത് വലിയ ദോഷത്തിന് കാരണമായി തീരും. അതിനാൽ തന്നെ പച്ചമുളക് വീടുകളിലുണ്ട് എങ്കിൽ ഒരു താങ്ങു കൊടുത്ത് നിർത്തുക എന്ന കാര്യം ഏവരും ചെയ്യേണ്ടതാകുന്നു. അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ശുഭകരം. കൂടാതെ പച്ചമുളക് വീടുകളിൽ വച്ച് ഉണങ്ങിപ്പോവുകയാണ് എന്ന് വിചാരിക്കുക. അങ്ങനെ സംഭവിക്കുകയാണ് എങ്കിലും അത് അതീവ ദോഷകരമാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത്ര ശുഭകരമല്ലാത്ത ചില കാര്യങ്ങൾ നടക്കാൻ പോകുന്നു. അതിൻ്റെ സൂചനയായി തന്നെ കണക്കാക്കാം. ശരിയായ ഫലം ലഭിക്കില്ല എന്നതും വാസ്തവമായ കാര്യമാണ്. നിറത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട്. പച്ച നിറത്തിലുള്ളവ വീടുകളിൽ വളർത്തുന്നത് ഏറ്റവും ശുഭകരമാണ്. തെക്ക് കിഴക്ക് വളർത്തുന്നതിലൂടെ കൂടുതൽ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. മുൻകോപവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സഹായകരമാണ് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. ദേഷ്യം ജീവിതത്തിൽ നിന്നും അകറ്റുവാൻ സഹായകരമാകുന്നു. വാശി മൂലമുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സഹായകരമാണ് ഇപ്രകാരം പച്ചമുളക് വളർത്തുന്നത്. ഐക്യം വർദ്ധിക്കും. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഐക്യം വർദ്ധിക്കുവാനും അതേപോലെ തന്നെ കലഹം ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാനും സഹായകരമാകുന്നു. മനസമാധാനം വർദ്ധിക്കും എന്ന കാര്യമാണ് നാം ഓർത്തിരിക്കേണ്ടത്. എന്നാൽ വീടിനോട് ചേർന്ന് പാടില്ല എന്നത് വാസ്തവമായ കാര്യമാണ്. അപ്രകാരം വളർത്തുവാൻ പാടുള്ളതല്ല. പലരും അറിയാതെ ചെയ്തു പോകുന്ന ഒരു തെറ്റാണ്. ഒരിക്കലും പച്ചമുളക് വളർത്തുവാൻ പാടുള്ളതല്ല. അതിർത്തി തിരിച്ച് ആകാം, അതിൽ തെറ്റില്ല. വലിയ പറമ്പാണ് എങ്കിൽ ഇപ്രകാരം ചെയ്യുന്നതിൽ തെറ്റില്ല. അതിനാൽ തന്നെ തീർച്ചയായും വലിയ പറമ്പാണ് എങ്കിൽ അതിർത്തി തിരിച്ച് നടുന്നതിൽ തെറ്റില്ല എന്ന കാര്യവും ഓർക്കുക. ചിലർ ഫ്ലാറ്റിൽ താമസിക്കുന്നവരാകുന്നു. അവർക്ക് ആവശ്യാനുസരണം സ്ഥലം ലഭിക്കണം എന്നില്ല. ചില അവസരങ്ങളിൽ സ്ഥലപരിമിതി അനുഭവപ്പെടാം. അത്തരം ബുദ്ധിമുട്ടുകൾ ഉള്ളവർ മഞ്ഞച്ചട്ടിയിൽ ഇവ വയ്ക്കുക. തീർച്ചയായും ശുഭകരമായ ഫലങ്ങൾ നൽകും. അടുത്തായി മഞ്ഞ നിറത്തിലുള്ള പുഷ്പങ്ങൾ വരുന്നവ വയ്ക്കുന്നതും ഉത്തമമാകുന്നു. ഇതോട് ചേർന്ന് വയ്ക്കുന്നത് ഉത്തമമാകുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഇരട്ടി ഫലം തന്നെ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം നിസ്സംശയം പറയാം. ശുദ്ധിയോടെ മാത്രമേ ഇവയെ പരിപാലിക്കുവാൻ പാടൂ എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും ശ്രദ്ധിക്കാനുള്ളത്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. തീർച്ചയായും ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ മുളക് നൽകും എന്ന കാര്യം നിസ്സംശയം പറയാം.